അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വം റദ്ദാക്കാനുള്ള മുൻ നീക്കം സുപ്രീംകോടതി തള്ളിയതിനു തൊട്ടുപിന്നാലെ പുതിയ ഉത്തരവുകളുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ജന്മാവകാശ പൗരത്വത്തിന് യോഗ്യരല്ലാത്ത വിദേശികളുടെ നിർവചനം വിപുലീകരിച്ചുകൊണ്ടും വ്യാജമാർഗങ്ങളിലൂടെ പൗരത്വം നേടുന്നത് തടഞ്ഞുകൊണ്ടുമാണ് ട്രംപ് 2 അടിയന്തര ഉത്തരവുകളിൽ ഒപ്പുവെച്ചത്. സുപ്രീംകോടതിയുടെ മുൻവിധി നിരാശാജനകമായിരുന്നുവെന്നും എന്നാൽ രാജ്യസുരക്ഷ മുൻനിർത്തി പുതിയ വഴിയിലൂടെ ഈ വിഷയം പരിഹരിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വമേധയാ ലഭിക്കുന്ന പൗരത്വാവകാശം തടയുന്നതാണ് പുതിയ ഉത്തരവുകളിലെ പ്രധാന നിബന്ധനകൾ. മാതാപിതാക്കൾ 2 പേരും വിദേശികളാവുകയും അതിലൊരാൾ ഭീകര സംഘടനയിലെ അംഗമോ വിദേശ ഗവൺമെന്റ് ജീവനക്കാരനോ വ്യാജരേഖകൾ ചമച്ച് പൗരത്വത്തിന് ശ്രമിച്ചയാളോ ആകുന്ന സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കില്ല. ഇതിനു പുറമെ കുഞ്ഞുങ്ങൾക്ക് യുഎസ് പൗരത്വം ഉറപ്പാക്കാൻ വേണ്ടി മാത്രം ഗർഭിണികൾ വിസിറ്റിംഗ് വിസയിൽ അമേരിക്കയിലെത്തുന്ന ബർത്ത് ടൂറിസം പൂർണ്ണമായും നിരോധിക്കാനും ഉത്തരവിൽ വ്യവസ്ഥയുണ്ട്. ബർത്ത് ടൂറിസത്തിലൂടെ ലക്ഷക്കണക്കിന് വിദേശികളാണ് യുഎസ് പൗരത്വ ആനുകൂല്യങ്ങൾ ചൂഷണം ചെയ്യുന്നതെന്ന് ട്രംപും ഹോംലാൻഡ് സെക്യൂരിറ്റി ഉപദേഷ്ടാവ് സ്റ്റീഫൻ മില്ലറും ആരോപിച്ചു. എന്നാൽ മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം 22,000 മുതൽ 26,000 വരെ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ ജനിക്കുന്നത്. വിസിറ്റിംഗ് വിസയിലെത്തി പ്രസവിച്ച ശേഷം സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങുന്ന ഇവർ പിന്നീട് കുട്ടിയുടെ പൗരത്വം ഉപയോഗിച്ച് വോട്ടവകാശവും ക്ഷേമ പദ്ധതികളും കൈക്കലാക്കുകയാണെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ഭരണഘടനയുടെ 14-ാം ഭേദഗതി ഉറപ്പു നൽകുന്ന ജന്മാവകാശ പൗരത്വം റദ്ദാക്കാനുള്ള ട്രംപിന്റെ മുൻ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി നേരത്തെ തള്ളിയത്. എന്നാൽ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് നൽകുന്ന അധികാരം ഉപയോഗിച്ച് രാജ്യത്തേക്ക് എത്തുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ പ്രസിഡന്റിന് അവകാശമുണ്ടെന്നാണ് ഭരണകൂടത്തിന്റെ വാദം. നീതിപീഠത്തിന്റെ വിധിയെ മറികടക്കാൻ ട്രംപ് നടത്തുന്ന ഈ ശ്രമം വീണ്ടും യുഎസ് നിയമവൃത്തങ്ങളിൽ കടുത്ത ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ പുതിയ നിർദ്ദേശങ്ങൾ ഗുരുതരമായ ഭരണഘടനാ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്ന് പ്രമുഖ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വിസിറ്റിംഗ് വിസയിൽ ആളുകൾ പ്രസവത്തിനായി വരുന്നത് തടയാൻ പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കാമെങ്കിലും അമേരിക്കൻ മണ്ണിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പൗരത്വം നിഷേധിക്കാൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് കാലിഫോർണിയ സർവകലാശാലയിലെ നിയമ പ്രൊഫസറായ ഗബ്രിയേൽ ചിൻ വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ കോടതികളിൽ നിന്നുള്ള അടുത്ത വിധി ട്രംപ് ഭരണകൂടത്തിന് നിർണായകമാണ്. അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി ഉറപ്പു നൽകുന്ന ജന്മാവകാശ പൗരത്വത്തിന് പൂട്ടിടാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ ഇന്റർനാഷണൽ തലത്തിൽ വലിയൊരു അംഗത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. പരമോന്നത നീതിപീഠത്തിന്റെ തിരിച്ചടിയെ മറികടക്കാൻ ട്രംപ് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉപയോഗിച്ച് പുതിയ രീതിയിൽ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞ് അമേരിക്കൻ മണ്ണിൽ ജനിച്ചു കഴിഞ്ഞാൽ പൗരത്വം നിഷേധിക്കാൻ പ്രസിഡന്റിന് നിയമപരമായി അധികാരമില്ലെന്ന പ്രമുഖ നിയമവിദഗ്ധരുടെ നിലപാട് ഭരണകൂടത്തിന് വരും ദിവസങ്ങൾ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കും. ബർത്ത് ടൂറിസവും വ്യാജ പൗരത്വവും തടയാൻ രാജ്യസുരക്ഷയുടെ പടച്ചട്ട അണിയുന്ന വൈറ്റ് ഹൌസിന്റെ ഈ കടുംവെട്ട് വിദേശികൾക്കും കുടിയേറ്റക്കാർക്കും സൃഷ്ടിക്കുന്ന ആശങ്ക ചെറുതല്ല.